അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കിനി അടിപൊളി ഒരു കസേരകളി കാണാം. ഈ കസേരകളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു കസേരകളിയാണ്. ഈ കസേരകളി നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൻ നഷ്ടം തന്നെയാണ്. As per protocol, there are a few changes happening as far as the seating is concerned, and we are placing the chair over there. അപ്പൊ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് പോലെ നടുക്ക് നിന്ന് ഒരു കസേര എടുത്തു മാറ്റുന്നു. ആ കസേരയ്ക്ക് പകരമായിട്ട് അവർ സാധാരണ കസേര, ഒരു പ്ലാസ്റ്റിക് ചെയർ കൊണ്ടുവന്നിടുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ വണ്ടടിച്ച് ആലോചിക്കും, ചേടാ ഇതെന്തിനാ നല്ല കസേരകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റിട്ട് പകരമായിട്ട് ഒരു കൊള്ളില്ലാത്ത കസേര ഒന്ന് എന്തിനാ ഇപ്പൊ ഇവിടെ ഇടുന്നതെന്ന് നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമായിട്ടും ചിന്തിക്കും. ഞാനും ചിന്തിച്ചു. അപ്പോഴാണ് ബേണ്ടേ നമ്മുടെ കഥാനായകൻ കയറി വരുന്നു. ആരാ? സാക്ഷാൽ നമ്മുടെ ഗോപിയണ്ണൻ. കഥാനായകൻ ഇതാ മന്ദം മന്ദം വേദിയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ നമ്മുടെ കഥാനായകന്റെ മുഖത്ത് സ്വതസിദ്ധമായിട്ടുള്ള ആ പുഞ്ചിരി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ പുഞ്ചിരി അവിടെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നോട്ട് ദ പോയിന്റ്. വേദിയിലേക്ക് കയറി വന്ന നമ്മുടെ കഥാനായകൻ ആരി, സാക്ഷാൽ ഗോപിയണ്ണൻ ഇരിക്കുന്നില്ല, പരിസരങ്ങൾ വീക്ഷിക്കുന്നു. എന്താ ഇരിക്കാത്തു? വേദിയിലേക്ക് കയറി വന്ന ഗോപിയണ്ണൻ എന്താ ഇരിക്കാത്തെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ഞാനും ചിന്തിച്ചു. എന്തൊക്കെയായാലും പുള്ളിക്കാരൻ വന്നു കയറിയ ഉടനെ തന്നെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല സുഹൃത്തുക്കളെ, ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇരിക്കാൻ കൂട്ടാക്കാഞ്ഞത്? തന്റെ ലളിതമായിട്ടുള്ള കസേര 4 പേര് കാണാൻ വേണ്ടിയിട്ട് സുരേഷ് ഏട്ടൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വേദി മൊത്തം അങ്ങനെ ചുറ്റുപാടും എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് സുരേഷ് ഏട്ടൻ അങ്ങനെ ബാക്കിൽ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെയും നിൽക്കുകയാണ്. തന്റെ ലാളിത്യം, തന്റെ നന്മ ജനങ്ങൾ ഇനിയും ഘോരം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. എല്ലാവരും സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോൾ താൻ ഒരു ലാളിത്യമുള്ളവനാണ്, ഒരു നന്മ മരമാണ്. തന്റെ നന്മ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി സുരേഷ് ഏട്ടൻ ആ കസേരയെ കാണിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, നിൽക്കുകയാണ്. കസേര 4 പേര് കണ്ടാൽ മാത്രമേ ഞാൻ ഇരിക്കുള്ളൂ, അതാണ് സുരേഷ് ഏട്ടന്റെ ഉദ്ദേശം. മുൻപേ സംഘാടകരോട് പറഞ്ഞേൽപ്പിച്ചു, തനിക്ക് ഒരുപോലത്തെ ചെയർ വേണ്ട, എല്ലാവരും ഇരിക്കുന്ന ചെയർ തനിക്ക് വേണ്ട, തനിക്ക് അവിടെ ഒരു സാധാരണ കസേര കൊണ്ടുവന്നിടാൻ ഏൽപ്പിച്ചു സുരേഷ് ഏട്ടൻ. ഈ കസേരകളുടെ ദൃശ്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ജനങ്ങളൊക്കെ എന്താ വിചാരിക്കുക? കണ്ടോ, ദാണ്ട സുരേഷ് ഏട്ടൻ പാവം മനുഷ്യൻ, ലളിതമായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം ഇരിക്കുന്നത് നോക്കിയേ, അദ്ദേഹത്തിന് ഇരിക്കാൻ കൊടുത്തൊരു ചെയർ നോക്കിയേ. എല്ലാവരും സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ എന്താണ്ട് ഒരു സാധാരണ ചെയറിലാണ് ഇരിക്കുന്നത്. പാവം, നന്മമരം, ലാളിത്യമുള്ള മനുഷ്യൻ എന്ന് നമ്മൾ മലയാളികൾ വാനോളം പാടി പുകഴ്ത്തിയേനെ സുരേഷ് ഏട്ടന്. പക്ഷെ ഈ കസേരകളിൽ ദൃശ്യം പുറത്തു വന്നുപോയി, അതുകൊണ്ട് പാടാൻ നിവർത്തിയില്ല. ഷോ കാണിക്കാം. ഇത് വെറും അല്പത്തരം. And as a Bharat Petroleum, as a responsible government of India company, what we are doing during this Swachhata Pakhwada 2024, so we are planning to plant 50,000 trees during this 15 days Pakhwada and seed Bombay using drones and distribute 10,000 the seed balls to the children and conduct the cleanliness drive such as Gateway of India and Meenakshi Amman Temple in Madurai, Mahakaleshwar Temple at Ujjaini and New Delhi Railway Station. Dear all, we all agree. എന്തായാലും വേദിയിലിട്ട ആ കസേരകളിൽ ഒന്ന് എടുത്തു മാറ്റി പകരം വേറൊരു സാധാരണ ചെയർ കൊണ്ടുവന്നിടാൻ കാണിച്ച സുരേഷ് ഏട്ടന്റെ ആ നല്ല മനസ്സുണ്ടല്ലോ, അത് ഞങ്ങൾ മലയാളികൾ കാണാതെ പോയില്ല. നമിച്ചു സുരേഷ് ഏട്ടൻ, നമിച്ചു.